ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട. കള്ളന്മാരുടെ ചന്ത അഥവാ ചോർ ബസാർ, അവിടേക്കാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ റെഡ് ഫോർട്ടിന് അടുത്താണ് ഈ ചോർ ബസാർ. ഇന്ന് ഞായറാഴ്ചയാണ് ഇവിടെ ഫുള്ളായിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് പോവാണ്. പക്ഷെ പോകുമ്പോൾ കയ്യിലുള്ള വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും, പേഴ്സ് വരെ ഞാൻ എടുത്തിട്ടില്ല. ഒരു ഫോണ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കാരണം ഇവിടെ എപ്പോഴും എന്തും അടിച്ചു മാറ്റി കൊണ്ടുപോകും. അത് നമുക്ക് തന്നെ വെക്കും. അതാണ് ചോർ ബസാർ. ഇവിടെ എല്ലാം കിട്ടും, മുട്ടു സൂചി മുതൽ ലാപ്ടോപ്പ് വരെ. ചിലപ്പോൾ ലാപ്ടോപ്പിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 5000 ഒക്കെയാണ് പറയണത്. പക്ഷെ അത് ഒറിജിനലൊന്നും ആയിരിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഇവിടെ. ആദ്യം തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത് തന്നെ തുണികളാണ് വെച്ചിരിക്കുന്നത്. ഏതെടുത്താലും 150 രൂപയാണ് പറയണത്. തുണിയൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. इसका कितना है? 150 രൂപ പറയാണ് ഈ പാൻറ്റുകളൊക്കെ. എന്തായാലും ഇപ്പം തുണികളാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് ഇലക്ട്രോണിക് സാധനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് സ്റ്റാർട്ടിങ് അല്ലേ, നമുക്കിതൊക്കെ നോക്കിയിട്ട് മെല്ലെ പോവാം. 150. ഇതാ 100 രൂപൻ്റെ ടീഷർട്ടുകൾ, ഏതെടുത്താലും 100. ഇതൊക്കെ നമ്മുടെ നാട്ടിലും തിരുപ്പൂരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇതാ അടുത്തേക്ക് വെച്ചിരിക്കണ്ട ക്രീമുകളാണ്. കോൾഡ് ക്രീമും അതുപോലെ തന്നെ ഷാമ്പുകളും. അതിൻ്റെ വിലയൊന്നും ചോദിക്കാൻ നിന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന സ്പ്രേകളില്ലേ, ഈ 3 എണ്ണം 300 രൂപയാണ്. അതായത് 100 രൂപ. ഈ ലാപ്ടോപ്പ് 5000 രൂപയാണ് പറയുന്നത്. ഇതാ CMFൻ്റെ ഇയർപോഡ്സ് 300 രൂപ. എന്തായാലും ഇതിൻ്റെ ഒറിജിനലൊക്കെ 2000-3000 ഒക്കെ ഉണ്ടാവും. ഐഫോണിൻ്റെ എയർപോഡ്സ് പ്രോ, ഇതിൻ്റെ റേറ്റ് പറയുന്നത് 500 രൂപയാണ്. ഇതൊന്നും ഒറിജിനലല്ല, ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി, അതായത് ഒറിജിനൽ പോലെ തോന്നിക്കുന്ന വ്യാജം. എന്തായാലും 500 രൂപയ്ക്ക് വാങ്ങി കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യുക. യൂസ് ആൻഡ് ത്രോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അവിടെ കാണുന്ന വാച്ച് കണ്ട, ഈ വാച്ചൊക്കെ 1000 രൂപയാണ് റേറ്റ് പറയുന്നത്. സ്മാർട്ട് വാച്ചുകൾ. ये गाड़ी कितना? ये गाड़ी कितना का? ये गाड़ी कितना का? ये कितना? 1050 का. हाँ. ഇവിടെ നമ്മുടെ ചാർജർ മുതൽ പവർ ബാങ്കുകൾ, ഡാറ്റ കേബിൾ എല്ലാം കിട്ടും. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ്, ഒന്നും ഒറിജിനലല്ല. പക്ഷെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ കമ്പനിൻ്റെ പേരൊക്കെ ഉണ്ടാവും. ഇതാ ഈ സ്പീക്കറൊക്കെ 300 പറയുന്നത്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം അതൊരു ഡ്യൂപ്ലിക്കേറ്റാണ്. ഇതാ കീ ചെയിൻ ഹോൾഡർ, നമ്മൾ കീ ചെയിനൊക്കെ തൂക്കിയിടുന്നത്. 2 എണ്ണം 100 രൂപ. പക്ഷെ അതെല്ലാം അറബിയിൽ എഴുതിയിരിക്കുകയാണ്. ഇത് കുഴപ്പമില്ല. ഇത് ബെഡ്ഷീറ്റ് ആട്ടാ. ഈ ബെഡ്ഷീറ്റും 150 രൂപേൻ്റെ ബെഡ്ഷീറ്റ്. അതുപോലെ തന്നെ കമ്പിളിയില്ലേ ചെറുത്, അത് വന്നിട്ട് 250 രൂപയാണ് പറയണത്. സൂപ്പറാ ഇருக்கு. 250. സൂപ്പർ സൂപ്പർ. इसका पिलो कवर भी है? नहीं है ना? इससे मोटा आगे मिलेगा. ഇതാ ഇവിടെ ഫുള്ള് ചെരുപ്പുകളും ഷൂകളൊക്കെ ഉണ്ട്. ഇതാ ഇത് മുഴുവൻ അപ്പറാണ്. അപ്പറുകൾ 250 രൂപയാണ്. പിന്നെ ടീഷർട്ടുകൾ 100 രൂപയ്ക്കും. അപ്പറുകൾ കുഴപ്പമില്ല, കാണാനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് വന്നിട്ട് കുട്ടികളുടെ പാൻറ്റിൻ്റെ സെക്ഷനാണ്. പാൻറ്റ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ കിടന്ന ഷർട്ട് ഒട്ടും കൊള്ളില്ല. ചെരുപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കി നിന്ന് പോവും. കാരണം കുട്ടികളുടെ ചെരുപ്പും
അതുപോലെ തന്നെ വലിയവരുടെ ഏതെടുത്താലും 300 രൂപയാണ്, ഫിക്സ്ഡ് പ്രൈസാണ്. കുട്ടികളുടെ 150. നല്ല കാണാനൊക്കെ നല്ല ലുക്കാട്ടാ. അപ്പോൾ അത്യാവശ്യം ഇതൊക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ആ സ്മൂത്ത്നെസ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു 300 രൂപൻ്റെ ഞാൻ ഷൂ കാണിച്ചു തരാം. ഈ ഷൂ എല്ലാം വന്നിട്ട് ഇത് ലേഡീസിൻ്റെ ചെരുപ്പാണേ. കാണാൻ എന്താ സ്റ്റൈല്, നല്ല പടപടാന്ന് മിന്നുണ്ട് സാധനം. ഇതാ ഈ ഷൂ ഇല്ലേ, ഇത് 300 രൂപയാണ്. എങ്ങനെയുണ്ട് കാണാൻ പൊളിയല്ലേ? പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ ഒരു ഗുണമില്ല. എന്താ പറയുക, മരം പോലെ ഉണ്ടായിരുന്നു സാധനം. ഇത് അടുത്ത കളർ നോക്കിക്കോട്ടെ. ഈ കളർ അടിപൊളിയാണ്, നല്ലൊരു ഒലീവ് കളറാണ്. കളറൊക്കെ സൂപ്പറാണ്, ഗ്രീന്. പക്ഷേ എന്താ പറയുക, സ്റ്റൈലായിട്ടൊക്കെ ഇടാം കുറച്ച് ദിവസം. 300 രൂപയ്ക്ക് പിന്നെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് മുഴുവൻ ബദാം, അതുപോലെ തന്നെ കശുവണ്ടി, അങ്ങനെയുള്ള ഈന്തപ്പഴം, അങ്ങനെയുള്ളൊരു സെക്ഷനാണ് ഇത്. ഇതാ ക്യാമറകളില്ലേ, ഇത് ഒറിജിനൽ ക്യാമറയാണ്, പക്ഷേ സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ. ഈ സ്പീക്കറില്ലേ, ഇത് ഒറിജിനലാണ്. 350 റുപ്പീസാണ് ഇതിന് പറയുന്നത്. ഇതും സെക്കൻഡ് ഹാൻഡാണ്. എന്തായാലും ഈ ഡൽഹിയിലെ ചൂടത്ത് വരഞ്ഞിരിക്കുമ്പോൾ ലാലേട്ടൻ പറയണ മാതിരി നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? അങ്ങനെ ഒരു ഗ്ലാസ് നല്ല തണുത്ത നാരങ്ങ സോഡ കുടിച്ചു. ഒരു ടേസ്റ്റൊക്കെ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഡൽഹിയിലൊക്കെ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഇതാ ഈ വാച്ചിന് 2000 രൂപയാണ് പറയണത്. അങ്ങനെ നമ്മൾ ചോർ ബസാറൊക്കെ ഏകദേശം കണ്ടു കഴിയാനായിട്ടുണ്ട്. ഇതാ ഇവിടെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും വരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൂടെ കൊണ്ടുവരാൻ പാടില്ല. ഞാൻ മൊബൈൽ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. കാരണം നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എപ്പോൾ ആരടിച്ചു മാറ്റുന്ന ഒന്നും പറയാൻ പറ്റില്ല. ആ മൊബൈൽ പോലും വീഡിയോ എടുക്കുമ്പോൾ അത്രയും ശ്രദ്ധയോടെ ഞാൻ കൈകാര്യം ചെയ്തതാണ്. കാരണം ഇതിൻ്റെ പേരെന്നെ ചോർ ബസാറാണ്. ഇവിടെ മുഴുവൻ അങ്ങനെയുള്ള ആളുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഈ ഡൽഹിയിലെ ഈ സ്ട്രീറ്റുകളിലൊക്കെ നമ്മൾ ഇങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. കഴിയുന്നത് കുട്ടികളിനെ ഒരു കാരണവശാലും കുട്ടികളിൽ നിന്ന് കൊണ്ടുവരരുത്, സ്ത്രീകളിനെ കൊണ്ടുവരരുത്. നമ്മൾ പോകുമ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ സ്ഥലത്തൊക്കെ പോവുക. അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ അങ്ങനെ വലിയ പ്രത്യേകിച്ചുള്ള പരിപാടികളൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഉദ്ദേശം ഒന്ന് കാണുക എന്നാണ്. നമ്മളൊന്ന് കാണുക, നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുക. അപ്പോൾ അതിനുവേണ്ടി വന്നാണ്. അപ്പോൾ നമുക്ക് സരോജിനി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ കിട്ടുന്നത് കിട്ടും. അപ്പോൾ ഇനിയൊരു വ്ളോഗ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 700 രൂപ 500 രൂപ എന്നൊക്കെ പറയണത്. പക്ഷേ ഇതിന് എത്ര ദിവസം ഇത് നിൽക്കും ഒന്നും അറിയില്ല. എന്തായാലും നമ്മളത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇത് ആ എക്സിറ്റ് ഗേറ്റിൻ്റെ അവിടെയാണ് ഈ ജുമാ മസ്ജിദ്. ജസ്റ്റ് അതൊന്നും കണ്ടിട്ട്, ജുമാ മസ്ജിദ് ഒന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കുറേ കറങ്ങി. അവിടെ നിന്നുള്ള ഒരു വ്യൂ ആട്ടാ. അപ്പോൾ ഈ ജുമാ മസ്ജിദ് നമ്മൾ ഈ ചോർ ബസാർ നോക്കുമ്പോഴൊരു വ്യൂ ആണ്. അങ്ങനെ ഫുള്ളിങ്ങനെ കിടക്കുക കണ്ടാ, ഫുൾ ആ ഒരു ടാർപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അത്രയും ദൂരത്തും ഈ മാർക്കറ്റ് ഇങ്ങനെ കിടക്കുക. അപ്പോൾ എന്തായാലും നമ്മളിനി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ പിടിച്ചതാണ്. ഈ ഓട്ടോയിൽ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ആ ഓട്ടോക്കാരൻ പറഞ്ഞത് ആ ഫോൺ ശ്രദ്ധിച്ചെടുക്കണം, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം തട്ടിയെടുത്തിട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. അതാണ് ഡൽഹി. എന്തായാലും ആ ഒരു സ്ട്രീറ്റ് ലൈഫൊക്കെ നമ്മൾ കുറേ കണ്ട് നമുക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. എന്തായാലും ജസ്റ്റ് ഒരിക്കൽ കാണാം. അപ്പോൾ നിങ്ങളെന്ന് കാണിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഡൽഹിയിലെ പല പല സ്ഥലങ്ങളിൽ ഇതുപോലെ കുറേ സ്ട്രീറ്റുകളിൽ എല്ലാവിടെയും പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തത് എവിടെ പോകണമെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ഗുഡ് ബൈ.